ജോബ് പൊസിഷൻ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് ജോബ് പൊസിഷൻ എന്നാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കപ്പെടുന്നത് കാര്യമാണ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തതിന് ശേഷം ഏതൊക്കെ പ്രൊഫൈൽ കാറ്റഗറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നത്. സോ അത് കൃത്യമായിട്ട് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തതാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ഏറ്റവും കൂടുതൽ സാധ്യത ഹോസ്പിറ്റൽ മേഖലയാണ്. അത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ. സോ ഹോസ്പിറ്റൽ മേഖലയിലെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഫസ്റ്റതായിട്ടാണ് PRO, പബ്ലിക് റിലേഷൻ ഓഫീസർ. സോ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. സോ ഇപ്പോൾ ഏറ്റവും ഹയർ പ്രൊഫൈൽ ആയിട്ട് വരുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് PRO എന്നൊരു കാറ്റഗറി. സോ PRO എന്ന കാറ്റഗറി നമുക്കൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ. എന്താണ് പബ്ലിക്? ആ വാക്കിൽ തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ പബ്ലിക്. സോ നമ്മളൊരു ഹോസ്പിറ്റൽ നമ്മൾ കൃത്യമായിട്ടൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ. സോ നമ്മൾ ഓൾറെഡി 2 ബ്രാഞ്ചസ് ഉണ്ട്. ഒരു പുതിയ ബ്രാഞ്ചിലേക്ക് ഒരു പുതിയ ഹോസ്പിറ്റൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോവുക അല്ലേ? സോ പുതിയ സ്റ്റാർട്ടപ്പ് നമ്മൾ അതിൻ്റെ മാർക്കറ്റിംഗ് ഭാഗമായിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടി, നമ്മൾ ആഡ്സ് കൊടുക്കേണ്ടി വരും, പല ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ജനങ്ങളായിട്ട് സംവൃത്തം ചെയ്യേണ്ടി വരും, നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യണം. സോ ഈ ഒരു ഡ്യൂട്ടീസൊക്കെയാണ് കൂടുതൽ ജസ്റ്റ് പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പോസ്റ്റ്. സോ ഞാൻ ഈ എടുത്ത് പറഞ്ഞ കാരണം ഇത് പുതിയൊരു ഹോസ്പിറ്റൽ തുറക്കുന്ന സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് പബ്ലിക്കായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ, ജനങ്ങൾ പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഒരു പബ്ലിക് മീഡിയ ആയിട്ട് ത്രൂ എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിൻ്റെ കീ ആണ്. ദെൻ അതേപോലെ തന്നെ ജസ്റ്റ് മറ്റുള്ള കാര്യമാണ് നമ്മൾ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ. ഇറ്റ്സ് എ ഗോയിങ് ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റൽ പറഞ്ഞ് ജസ്റ്റ് ഓൺ ഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുക. ആ ഹോസ്പിറ്റൽ നമ്മൾ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്രീ മെഡിക്കൽ ലാബ് സംഘടിപ്പിക്കുന്നു, ഇല്ലേ ഒരു നേത്ര പരിശോധന ലാബ് സംഘടിപ്പിക്കുന്നു. സോ ഇത് നമ്മൾ എന്തിനാണ് പങ്കെടുക്കുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ആസ് എ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, യു നോട്ട് ദ പോയിന്റ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. സോ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് പബ്ലിക്കിന് ഇതിന് അവെയർ ആയിരിക്കണം, പബ്ലിക് ഇതിനെക്കുറിച്ച് അറിയണം. നമ്മൾ ഇത്ര തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പബ്ലിക് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് നമ്മളേക്ക് ഈ മെഡിക്കൽ ക്യാമ്പിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം മുൻകണ്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അതേപോലെ തന്നെ നമ്മൾ മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്തു കൊടുക്കും, ഫ്രീ ആയിട്ടുള്ള. നമ്മൾ മെഡിക്കൽ ടെസ്റ്റ് നമ്മളെ പബ്ലിസിറ്റിൻ്റെ ഭാഗമാണ്, അതേപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും. സോ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? ഇപ്പോൾ ജനങ്ങളിൽ എത്തിക്കാൻ ചിലപ്പോൾ നമ്മൾ ആഡ് കൊടുക്കേണ്ടി വരും, അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യണം. ചില ആൾക്കാരെ നമ്മൾ പോയിട്ട് വിളിക്കേണ്ടി വരും. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ചുറ്റളവിൽ ആ സറൗണ്ടിങ്ങിലുള്ള പല സോഷ്യൽ ഇൻഫോർമൻസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സോഷ്യൽ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഒരു ഹോസ്പിറ്റൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ പബ്ലിക് അറിയണം, മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ടീവ് വേണം. സോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം ഒരു ഹോസ്പിറ്റൽ നിൽക്കുന്നത് ചിലപ്പോൾ ജസ്റ്റ് വേറൊരു പബ്ലിക് സ്പേസിലായിട്ട് റിലേറ്റ് ആയിട്ടാവും. സോ അവിടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആസ് എ PRO യു കം ടു ഫോർവേഡ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും ഒരു PRO ആണ്. സോ PRO മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനിലെ ഒരു ജോബ് പൊസിഷനാണ്. നമുക്ക് രണ്ടാമതൊരു കാറ്റഗറി ഇതിൽ നമുക്ക് നോക്കാം. PRE ഇതിൻ്റെ സബായിട്ട് വരുന്നത് പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവ്, അല്ലെ പേഷ്യൻ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആണ് PRE. പേഷ്യൻസിൻ്റെ ഒരു പേഷ്യൻ്റ് സംബന്ധിച്ചോളം, പേഷ്യൻ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ, സോ കയറി വന്ന പല ആൾക്കാർക്കും ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കാം ചിലപ്പോൾ, അല്ലേ കുറച്ച് പ്രായമുള്ളൊരു പേഷ്യൻസ് ആയിരിക്കാം. സോ അവർക്ക് അറിയില്ല എന്താണ് ഇവിടുത്തെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ, അല്ലേ അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ സഹായം ചെയ്ത് കൊടുക്കണം. അവിടെ ഹ്യൂമാനിറ്റിയും വേണം, ആസ് യുവർ ജോബ് റോളും നിങ്ങൾ രണ്ടും കാണിച്ച് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. സോ അദ്ദേഹത്തിന് എന്താ ഒരു അപ്പോയിൻമെൻ്റ് ആണ്, റിസപ്ഷനിൽ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുക്കുക, ഏത് ഡോക്ടറെ മീറ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നടക്കാൻ പ്രയാസം കൊണ്ടാണെങ്കിൽ നമ്മൾ അവരെ വീൽ ചെയർ ചെയ്യണമെന്നല്ല, വീൽ ചെയർ ചെയ്യുന്ന സ്റ്റാഫുകളുണ്ടാവുക, അദ്ദേഹത്തിനെ വിളിച്ച് വീൽ ചെയർ കൊണ്ടുപോയിട്ട് അത് കൃത്യമായിട്ട് നിരീക്ഷിക്കാം. അതിനുശേഷം അദ്ദേഹം പോകുന്ന സമയത്ത് എല്ലാ ഡിസ്ക്രിപ്ഷൻസിൽ മെഡിസിൻസ് വാങ്ങി ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതെല്ലാം പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു PRE എന്ന് പറയും. സോ അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈലാണ്. ദെൻ തേർഡാണ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്. സോ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് നമുക്ക് ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. നിങ്ങൾ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡീലിംഗ് നമ്മളൊരു കോൾ സെൻറ്റർ പോലെ ഹോസ്പിറ്റലിൽ നമ്മളൊരു കസ്റ്റമർ സെയർ അവിടെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഡെയിലി പലതരത്തിലുള്ള കോളുകൾ ഇങ്ങനെ റിസീവ് ചെയ്യാം. ഡെയിലി കോളുകൾ എന്ന് വെച്ചാൽ
പലതും അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചുള്ളതായിരിക്കും. ഓൾറെഡി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആ ഡോക്ടർ എന്നെ സ്പെഷ്യലായിട്ട് കൺസൾട്ട് ചെയ്യുന്ന തരും. ചിലപ്പോൾ ആ ഡോക്ടർ അവൈലബിലിറ്റി ഉണ്ടാവില്ല. സോ നെക്സ്റ്റ് മന്ത് ആയിരിക്കും ആ ഡോക്ടർ. സോ അന്നത്തേക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. അതേപോലത്തെ കംപ്ലയിൻറ്റ്സ്, ചില ആൾക്കാർ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ചില കംപ്ലയിൻറ്റുകൾ ഉണ്ടാകും. അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു കസ്റ്റമേഴ്സ് കെയർ എക്സിക്യൂട്ടീവ്. കാരണം എന്തിനെക്കുറിച്ചാണ്, ചിലപ്പോൾ സ്റ്റാഫ് ബിഹേവിയർ, ഇല്ലെന്ന ഇൻഫ്രാസ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടാവില്ല, ഇല്ല കൊടുത്ത മെഡിസിൻസ് ക്വാളിറ്റി കുറവുണ്ടാവും, ഇല്ലെങ്കിൽ മറ്റെന്തോ ഇഷ്യൂസ്, ഇതെല്ലാം ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആയിട്ട് വരുന്നൊരു കാര്യങ്ങളാണ്. സോ അത് കൃത്യമായിട്ട് ഇൻറ്റേർണൽ കസ്റ്റമർ സർവീസ് എന്നുള്ള സ്റ്റാഫ് കൃത്യമായിട്ട് വിലയിരുത്തി അത് ഹയർ അതോറിറ്റി ചെയ്യണം. ദെൻ കസ്റ്റമർ സർവീസ് എക്സ്റ്റേണൽ നമുക്ക് നോക്കാം. ഒരു കസ്റ്റമർ സർവീസ് എക്സ്റ്റേണൽ എന്ന് അറിയുമ്പോൾ കസ്റ്റമർ ഡീലിങ്സ്, അത് വെൽക്കം പ്രൊഫഷണലായിട്ട് അവരെ കൃത്യമായിട്ട് വിലയിരുത്തി വെൽക്കം ചെയ്യുക, അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് ഒരു കസ്റ്റമർ സർവീസിൻ്റെ എക്സ്റ്റേണൽ പാർട്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ജോബ് പ്രൊഫൈലാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ ഫേസ് ഓഫ് എനി ഹോസ്പിറ്റൽ ഫീൽഡ്. ഒരു റിസപ്ഷനിസ്റ്റ് പറയുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫേസ് ആണ്. സോ ഒരു ഫേസ് നമുക്ക് ആദ്യം വിലയിരുത്താൻ വെച്ചാൽ, അദ്ദേഹം ഒരു പുതിയ സ്റ്റാഫ്, ഒരു പുതിയ പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കൃത്യമായിട്ട് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ വന്ന് അവരെ പ്രൊഫഷണലായിട്ട് വെൽക്കം ചെയ്തിട്ട് അവരോട് ഏത് ആവശ്യത്തിനുമാണ് ചെയ്യാം. സോ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ എന്താക്കണം, അവിടെ ഒരു രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാവും. സോ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എവിടെയാണോ അവരെ ഡോക്ടർ ഉള്ളത്, ഒരു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഏതാണോ കൃത്യമായിട്ട് അവർക്ക് ആ എൻക്വയറി പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റും കളക്ഷനും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സ്ലിപ്പും കാര്യങ്ങളും കൊടുക്കുക. അതിനുശേഷം ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അടുത്ത തവണ ഇതേ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു മാസത്തെ മുന്നേ അദ്ദേഹത്തിന് അടുത്ത മാസത്തേക്ക് 2 മാസം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെൻറ്റ് എന്ന് വിചാരിച്ചാൽ, ആ അപ്പോയിൻമെൻറ്റ് ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് വെക്കേണ്ടതും ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ കടമയാണ്. ദെൻ അതേപോലെ തന്നെ റിസപ്ഷനിലാണ് നമ്മുടെ ഡെയിലി പെറ്റി ക്യാഷും കാര്യങ്ങളൊക്കെ, അതായത് ചെറിയ ചെറിയ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ കുടിവെള്ളത്തിന് വാട്ടറിന് ഓർഡർ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഓഫീസ് പർപ്പസിൻ്റെ ഐറ്റംസ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നതും അവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുന്നത് ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ മൂന്നാമതൊരു ഡ്യൂട്ടി റെസ്പോൺസിബിൾ ആണ് റിസപ്ഷനിസ്റ്റ് സംബന്ധിച്ച് നമ്മുടെ സ്മൂത്ത് ആൻഡ് ഫങ്ഷനിങ്ങിനാണ് റിസപ്ഷനിസ്റ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. സോ ആ റിസപ്ഷനിസ്റ്റിൻ്റെ ഈ ഡ്യൂട്ടി വരായിട്ട് കൃത്യമായിട്ട് വിലയിരുത്തി എന്താണോ ഡെയിലി ഓപ്പറേഷൻസ്, ഡെയിലി അപ്ഡേറ്റിൽ അത് HSC എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. HIA ഉണ്ട്, ബയോട്ടിക് ഉണ്ട്, ഐഡിയൽ ഉണ്ട്, ഈസി സോഫ്റ്റ്വെയർ. ഈ തരത്തിലുള്ള ഓരോ സോഫ്റ്റ്വെയറും നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനും ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന എന്താണ്, എല്ലാ വിഭാഗക്കാരും സ്മൂത്ത് ആൻഡ് ഫങ്ഷനിങ് വേണ്ട. സോ അത് കൃത്യമായിട്ട് അതിൽ വിലയിരുത്തി കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ പറ്റണം. ദെൻ കോർഡിനേറ്റർ വിത്ത് OPD ആൻഡ് IPD. ആദ്യം നമുക്ക് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക, നമുക്ക് ഈ റിസപ്ഷന് ചെയ്തതിന് ശേഷം അവരെ ഒരു കൺസൾട്ടായിട്ട്, ചിലപ്പോൾ സ്പെഷ്യലൈസ്ഡ് ഗൈനക്കോളജിസ്റ്റ് കാണാൻ വന്ന ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഒരു ഒപ്തോമോളജി, ഒരു കണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി പ്രത്യേകം വന്നതായിരിക്കാം, ഇല്ലെങ്കിൽ സ്കിന്നിനെ കാണിക്കുന്ന സ്പെഷ്യലായിട്ട് ഡോക്ടർ. സോ അതിനൊക്കെ പർട്ടിക്കുലറായിട്ട് ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അവിടെ കൊടുക്കുന്നതിന് ശേഷം കൃത്യമായിട്ട് അവരെ കോർഡിനേഷൻ ചെയ്യുന്നത് ഔട്ട് പേഷ്യൻ്റ് കോർഡിനേറ്റർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ദെൻ MRT, മെഡിക്കൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ്, നമുക്കറിയാം പലതരത്തിലെ ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് MRT സ്റ്റാഫാണ്. സോ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹ്യൂമൻ റിസോഴ്സ് അസിസ്റ്റൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ് എന്നിവ ഒരു ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫിനെ ഹയർ ചെയ്യുക, ഫയർ ചെയ്യുക, അവരെ പേറോളിംഗ് സിസ്റ്റം, അവരെ ESC പ്രൊസീജിങ്, അതേപോലത്തെ അവർക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഒരു അസിസ്റ്റൻ്റ് ആയിട്ടും ഇൻറ്റേർണൽ ആയിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടും ചെയ്യാൻ പറ്റും. ദെൻ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ട്സ്. സോ നമുക്കറിയാം ഹോസ്പിറ്റലിൻ്റെ എല്ലാ കമ്പനീൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ കണക്കും അതേപോലെ ബില്ലിങ് കാര്യങ്ങളും. സോ അതൊക്കെ കൃത്യമായിട്ട് ബില്ലിങ്ങിന് നമ്മളൊരു ബില്ലിംഗ് മെഡിക്കൽ കോഡ് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ സെക്ടറിൽ. സോ ആ കോഡിങ്ങും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ബില്ലിംഗ് കാര്യങ്ങൾ കൃത്യം. സോ ഒരു ബില്ലിംഗ് സ്റ്റാഫ് ആകാനും പറ്റും. സോ ഈ ഒരു പൊസിഷൻസ് ഒക്കെ ഓവറോൾ നിങ്ങൾക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ ഒരു ജോബ് പൊസിഷനാണ്. ഒരു അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇത്രയും ജോബ്, ഇതിലും കൂടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ,
ദെൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിലൊക്കെ കോർഡിനേറ്റേഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. സോ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 20ഓളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതിൽ മെയിൻലി ഹൈലൈറ്റ് ആയിട്ട് ജോബ് റോളിൻ്റെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തത്. സോ ഡീപ്പായിട്ട് പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സബ് ഡിപ്പാർട്ട്മെൻറ്റിൽ, സോ ഇവിടെ എല്ലാം നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ട്. സോ ഇതാണ് ഓവറോൾ യുവർ ജോബ് പൊസിഷൻ ഫോർ എ HA.